സിപിഎമ്മിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ അടിതെറ്റി. തളിപ്പറമ്പിലും പയ്യന്നൂരുമടക്കം സിപിഎം കോട്ടകളിൽ യുഡിഎഫ് കയറി അടിച്ചു. സിപിഎമ്മിനെ പ്രധാനമായും കണ്ണൂരിൽ കുഴിച്ചുമൂടാൻ സഹായിച്ചത് രണ്ട് ഗോവിന്ദന്മാരാണ്. ഒന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, മറ്റൊന്ന് സിപിഎമ്മിൽ നിന്ന് പടിയിറങ്ങി സിപിഎമ്മിനെ കെട്ടുകെട്ടിച്ച ടി.കെ. ഗോവിന്ദൻ. തളിപ്പറമ്പിൽ താൻ ഒഴിഞ്ഞ സീറ്റിൽ ഭാര്യ പി.കെ. ശ്യാമളയെ അവതരിപ്പിച്ച ഗോവിന്ദന്റെ ധാർഷ്ട്യം അവസാനിച്ചത് കണ്ണൂരിലെ തോൽവിയിലാണ്. മറ്റ് ജില്ലകളിൽ തിരിച്ചടികൾ സ്വാഭാവികമാണ്, അത് അണികൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എന്നാൽ ഏത് യുഡിഎഫ് സുനാമിയിലും ഇളകാത്ത കണ്ണൂരിലെ കോട്ടകളാണ് തകർന്നടിഞ്ഞത്. അവിടെ സംഭവിച്ചത് യുഡിഎഫ് സുനാമിയല്ല, മറിച്ച് സിപിഎമ്മിനോടും അതിന്റെ തലപ്പത്തിരുന്ന് താത്വിക ചിന്ത വിളമ്പുന്ന നേതാക്കന്മാരോടുമുള്ള പുച്ഛമാണ്. ഈ കടൽ കിഴവന്മാരെ താഴെ ഇറക്കി കണ്ണൂർ ലോബിയിൽ നിന്ന് സിപിഎമ്മിനെ രക്ഷിക്കണമെന്ന ആവശ്യം അണികളിൽ ശക്തമായിട്ടുണ്ട്. തോൽവി പരിശോധിക്കുമെന്നാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ പരിശോധിക്കാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അണികൾ തിരിച്ചു ചോദിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നെങ്കിൽ ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിടില്ല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ മാധ്യമങ്ങളോട് കണ്ണീരോടെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. എന്തായാലും തളിപ്പറമ്പിന്റെ എം.എൽ.എ. ടി.കെ. ഗോവിന്ദൻ തന്റെ നാടായ മലപ്പട്ടത്ത് എത്തിയിരിക്കുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് ദിനം വോട്ട് ചെയ്യാനെത്തിയ ടി.കെ. ഗോവിന്ദനെ ആളുകൾ കൂകി കളിയാക്കി വിട്ടത് മാധ്യമങ്ങൾ വഴി ലോകം മുഴുവൻ കണ്ടു. ഇന്ന് അതേ നാട്ടിൽ ഗോവിന്ദൻ വന്നിറങ്ങുമ്പോൾ ഇന്ന് കൂകി വിളിക്ക് പകരം കയ്യടികളാണ് ഉയർന്നത്. തടിച്ചുകൂടിയ പ്രവർത്തകർക്ക് നടുവിലൂടെ രാജകീയമായി തന്നെ ടി.കെ. ഗോവിന്ദൻ നടന്നു നീങ്ങുമ്പോൾ ഉള്ളിൽ അതിന് കൈയടിക്കുന്നുണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. കണ്ണൂരിലെ യുഡിഎഫ് പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് ടി.കെ. ഗോവിന്ദൻ നടന്നു നീങ്ങിയത്. എം.വി. ഗോവിന്ദൻ അനുകൂലികളായ സിപിഎം നേതാക്കളിൽ നിന്നുള്ള പ്രകോപനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും യുഡിഎഫുകാരുടെ സുരക്ഷാ കരങ്ങളിൽ അദ്ദേഹം സുരക്ഷിതനായി. എം.വി. ഗോവിന്ദന്റെ നെഞ്ചിൽ ചവിട്ടി ടി.കെ. ഗോവിന്ദന്റെ രാജകീയ യാത്രയുടെ കുറച്ച് ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. കണ്ണൂർ മലപ്പട്ടത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചു കയറിയ ടി.കെ. ഗോവിന്ദന് വലിയ സ്വീകരണം. സിപിഎമ്മിന്റെ ഓഫീസിന് ടി.കെ. ഗോവിന്ദനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കെ.പി. രമണിയെയും സിപിഎം പ്രവർത്തകർ കൂടി തളിപ്പറമ്പിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷമാണ് ഈ മലപ്പട്ടം സെന്ററിലേക്ക് ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ എത്തിയിരിക്കുന്നത്.